മറ്റൊരു ചെറിയ കുഞ്ഞൻ ഡിവൈസിനെ പരിചയപ്പെടാം കേട്ടോ. എന്താണ് സംഗതി എന്നല്ലേ, ഇതാ നോക്കിക്കോ, ഇതാണ് ആ സംഭവം. ഒരു ചെറിയ പെർഫ്യൂം ഡിസ്പെൻസർ തന്നെയാണ് കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു വീഡിയോയുടെ മറ്റൊരു വേർഷൻ എന്ന് പറയാവുന്ന തരത്തിൽ മറ്റൊരു പ്രൊഡക്റ്റ്. സോളാറിൽ തന്നെയാണിത് പ്രവർത്തിക്കുന്നത്. ഇതേപോലെ ഇപ്പോൾ നമുക്ക് വെയിലത്താണ് ഇപ്പോൾ നമ്മളിത് ചെക്ക് ചെയ്യുന്നത് കേട്ടോ. ഈ വെയിലേക്ക് ഇതിങ്ങനെ കാണിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ നമുക്ക് വാഹനങ്ങൾക്ക് ഉള്ളിലൊക്കെ നമുക്കിത് ഫിക്സ് ചെയ്യാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ നമുക്കൊരു നല്ല എന്താ പറയുക, പ്രകാശമുള്ള ഒരു ലൈറ്റിൻ്റെ ചുവട്ടിൽ അല്ലെങ്കിൽ ഒരു ബൾബോ മറ്റോ വർക്ക് ചെയ്യുന്നതിന് ചുവട്ടിലാണെങ്കിലും ഒരു ഡിസ്റ്റൻസിൽ വെക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് സൗരോർജ്ജത്തിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ലൈറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരു ചെറിയ കുഞ്ഞൻ ഡിവൈസായിട്ട് നമുക്കിതിനെ കാണാം. അപ്പോൾ ഇതിന് തൊട്ട് താഴെ ഇപ്പോൾ നിങ്ങൾ ആ കാണുന്ന റൗണ്ടിൻ്റെ അകത്തായിട്ട് നമുക്കൊരു പെർഫ്യൂം ഫോം ഫിക്സ് ചെയ്തിട്ട് നമുക്കിതിന്ന് ഒരു പെർഫ്യൂം ഫ്രാഗ്രൻസ് ഒമിറ്റ് ചെയ്യുന്ന തരത്തിലേക്ക് ഇതിനെ സെറ്റ് ചെയ്യാനുമാവും. 3 പാർട്ടുകളാണ് ഈ ഒരു ചെറിയ കുഞ്ഞൻ എക്യുപ്മെൻറ്റിലുള്ളത് കേട്ടോ. ഈ മുകളിൽ കാണുന്ന ഈ ഒരു ക്രിസ്റ്റൽ, റൗണ്ട് ഷേപ്പിലുള്ള ക്രിസ്റ്റൽ, അതേപോലെ തന്നെ ആ വർക്ക് ചെയ്യുന്ന ആ ഒരു ഭാഗം ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഏറ്റവും താഴെ ഒരു റൗണ്ട് രൂപത്തിലുള്ള ഒരു ഹാഫ് റൗണ്ട് അല്ലേ. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിലേക്ക് ടോർച്ചടിച്ച് ഇതിനെ വർക്ക് ചെയ്യിപ്പിക്കാൻ കേട്ടോ. ടോർച്ചടിക്കുമ്പോൾ കിട്ടുന്ന വെളിച്ചത്തിൽ നിന്ന് ഇത് വർക്ക് ചെയ്യുന്നത് എങ്ങനെ എന്നുള്ളത് ആ ഒരു പരീക്ഷണമാണ് നമ്മൾ നടത്തുന്നത്. ഇപ്പോൾ ഈ തരത്തിൽ നമുക്ക് ഇതിനെ നല്ല വെളിച്ചത്തിൽ ഇതേപോലെ ലൈറ്റിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ട് പ്രവർത്തിക്കാനാവുന്ന തരത്തിൽ സോളാർ ടെക്നോളജിയെ ഭംഗിയായിട്ട് അവതരിപ്പിക്കുകയാണ് ഈ ഒരു കുഞ്ഞൻ പ്രൊഡക്റ്റിൽ ചൈന ചെയ്തിരിക്കുന്നത്. ഈ ചൈനയുടെ എല്ലാ പ്രോഡക്റ്റുകളും ഇതേപോലെ ആകർഷകമാകുന്നതും ആളുകൾക്ക് താല്പര്യം ജനിപ്പിക്കുന്നതിൻ്റേതുമായ കാരണങ്ങൾ ഇത്തരത്തിലുള്ളത് തന്നെയാണ് അല്ലേ. അപ്പോൾ ഇതേപോലെ ടോർച്ചിൻ്റെ വെളിച്ചം നമ്മൾ ആ ഒരു കൃത്യമായി സോളാർ പാനലുകൾ ഫിക്സ് ചെയ്തിരിക്കുന്ന ആ ഒരു ഏരിയയിലേക്ക് അടിക്കുമ്പോൾ കൂടുതൽ സ്പീഡിൽ കറങ്ങുന്നത് കാണാനായിട്ട് പറ്റും. കാരണം കൃത്യമായിട്ട് ആ ഒരു ലൈറ്റിനെ ആഗിരണം ചെയ്യാൻ പറ്റുന്നതോടു കൂടിയാണ് ഇവിടെ അതിനകത്തുള്ള മോട്ടോറിൽ ഇതേപോലെ ആ ഒരു വൈദ്യുതോർജ്ജമായി ലൈറ്റ് പരിണമിക്കുകയും അതിൻ്റെ ഫലമായി ഇത് തുടർച്ചയായി കറങ്ങുകയും ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ഒരു ബോക്സിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. ഈ തരത്തിലാണ് ബോക്സ് വരുന്നത് കേട്ടോ. ഒരു സിമ്പിൾ ബോക്സ്. അതിൻ്റെ ഒരു നല്ല പിക്ചർ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. പല കളറുകളിലൊക്കെ ഇതിപ്പോൾ മാർക്കറ്റിൽ പല പേരുകളിലൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഇനി നമുക്കതൊന്ന് തുറന്ന് നോക്കാം. ഓക്കെ, തുറന്ന് നോക്കുമ്പോൾ ആദ്യം നമുക്ക് കാണുന്ന ഇത്തരത്തിലൊരു തെർമോക്കോളിൽ ജസ്റ്റ് ഒരു സ്പോഞ്ചിൻ്റെ അല്ലേ, തെർമോക്കോളല്ല, ഒരു സ്പോഞ്ചാണല്ലോ, ഒരു സ്പോഞ്ചിനകത്ത് ഫിക്സ് ചെയ്തിട്ടുള്ളതാണ് ഇത്. അത് താഴെ പോയിട്ടോ, ആ ഒരു സംഗതി താഴെ പോയിട്ടുണ്ട്. ഓക്കെ, താഴെ പോയ സാധനമാണിത് കേട്ടോ. ഈ റൗണ്ടാണ് താഴേക്ക് പോയത്. ഇതാണ് മോട്ടോർ. അപ്പോൾ അതിന് മുകളിൽ തന്നെയാണ് ഈ സോളാർ പാനൽ ഉള്ളത്. ഇത് അതിലോട്ട് ഫിക്സ് ചെയ്യുന്നു. ഇത് ജസ്റ്റ് ഇതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഈ കറങ്ങുന്ന ഭാഗം. അത് ഫിക്സഡ് ആണ്. ഒരു നീഡിൽ ഉപയോഗിച്ചാണ് അതിനെ ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ആ ഒരു ക്രിസ്റ്റൽ ഭാഗം, ക്രിസ്റ്റൽ റൗണ്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ അത് ഫിക്സായി യഥാർത്ഥത്തിൽ ആ ഒരു വെയിറ്റ് കൊണ്ട് ഇത് തുടർച്ചയായി വളരെ ചെറിയൊരു ഊർജ്ജത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുക. ഇതാണ് സംഭവം. അപ്പോൾ മറ്റെന്താണ് ഇതിനകത്ത് വരുന്നതെന്ന് അതുകൂടി നമ്മൾക്കൊന്ന് നോക്കാം. ജസ്റ്റ് ഇതൊന്ന് നമുക്ക് ഈ ഒരു അൺബോക്സിങ് നമുക്കിവിടെ അവസാനിപ്പിച്ചിട്ട് അതിനകത്ത് ബോക്സിനകത്ത് മറ്റെന്തെങ്കിലും വരുന്നുണ്ടോ എന്നുള്ളത് കൂടി ജസ്റ്റ് ഒന്ന് നോക്കാം. അതിനകത്തൊരു ജസ്റ്റ് ഒരു യൂസർ മാനുവൽ അല്ല, ഇത് വരുന്നത് ആ ഒരു ഫോമാണ് കേട്ടോ. പെർഫ്യൂം ലിക്വിഡ് വരുന്ന ഒരു ഫോമാണ്, ആ ഒരു സ്പോഞ്ച് പോലുള്ള സംഭവം. പിന്നെ ഇതൊരു ജസ്റ്റ് ഒരു സ്റ്റിക്കർ. ഇത് രണ്ടും നമുക്ക് ഇതിന് വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ്. ആ ഒരു സ്റ്റിക്കർ വെച്ചതിന് ശേഷം അതിന് മുകളിലാണ് ഏറ്റവും താഴെയുള്ള ആ റൗണ്ട് ഭാഗത്തിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് ഈ ഒരു പെർഫ്യൂം ഫ്രാഗ്രൻസിനെ ഫിക്സ് ചെയ്യേണ്ടത്. ഓക്കെ, എത്രയേ ഉള്ളൂ. ഈ തരത്തിൽ മനോഹരമായിട്ടുള്ളൊരു പെർഫ്യൂം ഡിസ്പെൻസർ.